ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പോർക്ക് കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പോർക്ക് കറി വെക്കുന്നത്. കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. എന്നാൽ നമുക്ക് വെച്ചാലോ? അങ്ങനെ ഇതേ പോർക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെച്ച് ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ട്, അതിനുശേഷം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തത്. പിന്നെ കുരുമുളക് പൊടിയും അതിനുശേഷം പെരുംജീരക പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്ന ഒരു കാര്യം ഇട്ടില്ല എന്ന്. മല്ലിപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നതിനെല്ലാം കൂടെ കുക്കറിലോട്ട് തട്ടാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളകും ഇട്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കുക്കർ ഒരു 5 വിസിൽ അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഉരുളിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, കാരണം പോർക്കിൽ നല്ല നെയ്യുള്ളതുകൊണ്ട് കുറച്ച് എണ്ണയും തേങ്ങാക്കൊത്ത് മൂത്തപ്പേക്കും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി മസാലകൾ ചേർത്ത് കൊടുക്കുക. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുരുമുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, പിന്നെ ശകലം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജീരകപ്പൊടിയും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വിസിലടിച്ച് വെച്ചേക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലിച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ നന്നായിട്ട് അതൊന്ന് തിളച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കുറുകി വരണം. ഇതാണ് ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. പോർക്ക് കറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊറോട്ടയുടെ കൂടെ പോർക്ക് കറിയായിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ വെച്ച വീഡിയോ ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.